ഞാൻ കുറേ CPU-യും GPU-ന്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാത്തിലും 10 തൊട്ട് 20% 30%-ഓളം ഈ പറഞ്ഞ ബോട്ടിൽ നെക്കിംഗ് എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ട്. എന്താ ഈ ബോട്ടിൽ നെക്കിംഗ്? ഇത് കാരണം വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് ഇനി പെർഫോമൻസിൽ വല്ല ഡ്രോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു CPU-യും ഏതൊരു GPU-യും കോമ്പിനേഷനിൽ എപ്പോഴും ഒരു ബോട്ടിൽ നെക്കിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും. അത് ഒരിക്കലും നിങ്ങൾക്ക് വലിയൊരു രീതിയിൽ PC-യിൽ നിങ്ങൾ ടെക്നിക്കലി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ പ്രൊസസ്സർ ഒരു ലോ എൻഡും ഒരു ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് പൊതുവെ ബോട്ടിൽ നെക്കിംഗ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഒരു ആശയം. ഓഹോ, അങ്ങനെയാണ്. ഇനി അതിനൊരു എക്സാമ്പിൾ ആണെങ്കിൽ i3 പ്രൊസസ്സറിന്റെ കൂടെ 4090 കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ്, അതായത് ഒരു ലോ എൻഡ് പ്രൊസസ്സറിൽ ഹൈ എൻഡ് കാർഡ് വെക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഒരു ബോർഡും അല്ലെങ്കിൽ പ്രൊസസ്സറും റാമും ഗ്രാഫിക്സ് കാർഡും എല്ലാം ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അത് ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ് കേട്ടോ.